എന്താണ് ഇവിടെ ഇരിക്കുന്നത്? സ്കൂളിൽ പോകണ്ടായിരുന്നു? സ്കൂളിൽ പഠിത്തമില്ലായിരുന്നു. ഇന്ന് ഇന്ന് അവധിയുള്ള ദിവസമല്ലല്ലോ. മോൻ ഇവിടെ ഒത്തിരി നേരം ഞാൻ അങ്ങോട്ട് പോയപ്പോഴും മോൻ ഇവിടെ ഇരിക്കുന്നു. ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴും മോൻ ഇവിടെ ഇരിക്കുന്നു. ഒത്തിരി നേരം കൊണ്ട് ഇവിടെ ഇരിക്കുന്നല്ലോ. എന്താണ് മോൻ്റെ പ്രശ്നം? എന്തുവാണ്? എന്താ ഒരു വിഷമം? മുഖത്തിന് ഭയങ്കര വിഷമം കണക്കുണ്ട്. എന്തുവാ? അവിടെ നിന്ന് ഞാനിവിടെ ഇങ്ങോട്ട് നടന്നു വരുന്നത് നീ നല്ല വിഷമിച്ചായിരിക്കും. തിരിച്ചു വന്നപ്പോൾ അതേ ഒരു വിഷമമാണ്. എന്താ സംഭവം? നിന്റെ സംഭവം എന്താണെന്ന് പറ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് മോനിക്ക് പറയാം. എല്ലാവരും ടൂർ പോയി, എന്നെ മാത്രം സ്കൂൾ വീട്ടിൽ നിന്ന് വിടുന്നില്ല. വാപ്പയ്ക്ക് എന്താണ് ജോലി? കൂലിപ്പണി. വാപ്പയ്ക്ക് ഇപ്പോൾ കൂലിപ്പണി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, രാവിലെ ജോലി. ഇപ്പം മഴ സമയമൊക്കെ മോൻ മനസ്സിലാക്കേണ്ടുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ കാര്യത്തിലും നമ്മൾ ഒന്നുകിൽ വലിയ വലിയ അപകടങ്ങളിൽ ചെന്ന് വീഴുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നിന്നെ കണ്ടപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോഴും നീ ഇവിടെ ഇരിക്കുന്നു, തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴും ഇരിക്കുന്നു. മോനെ അതായത് ഇന്ന് ഒത്തിരി തലമുറകൾ, അതായത് ഇന്ന് വരുന്ന തലമുറകളെല്ലാം നിസ്സാരമായ കാര്യത്തിന് വേണ്ടി സ്കൂളുകളിൽ കയറത്തില്ല. അതേ കണക്ക് തന്നെ അവർ അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കത്തില്ല. വാപ്പയ്ക്ക് ജോലി കൂലിവേല എന്ന് പറയുന്നത്. വാപ്പ രാവിലെ ജോലിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് തുച്ഛമായ ശമ്പളമാണ്. അവർ കൊണ്ടുവന്നു കഴിഞ്ഞാണ് നമ്മളെ കുടുംബം നല്ല രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അതേ കണക്ക് തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതേ കണക്ക് ഞാനൊരു റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ കണക്കൊരു കുട്ടി വണ്ടിക്കകത്ത് വന്നിട്ടും വണ്ടി വെച്ചിട്ടും കായലിലേക്ക് എടുത്ത് ചാടിയാണ്. അവൻ്റെ തന്ത വന്ന് അവിടെ കിടന്ന് കരയുകയാണ്. കാരണം മോനെ ഒരിടത്ത് പറഞ്ഞു വിട്ടതാണ്. അവൻ ആ പറഞ്ഞു വിട്ട സമയത്ത് അവർ വീട്ടിൽ തിരക്കിയിരിക്കുക. കാരണം ഇന്നടുത്ത് പോയിരിക്കുകയല്ലേ അവൻ എന്ന് വിചാരിച്ച് അവർ കാത്തിരിക്കുക. ലാസ്റ്റ് പോലീസുകാരുടെ കോള് വരുന്നത് എന്തോന്നറിയാമോ? മോൻ കായലിൽ ചാടിയെന്നാണ് പറയുന്നത്. ആ വീട്ടിൽ നിസ്സാരമായ ഒരു കാര്യമേ കാണൂ. അത് അവർക്ക് രണ്ടുപേർക്കും, അതായത് മാതാപിതാക്കൾക്കും ആ മോനായാലും മോക്കായാലും അത് പരിഹരിച്ചു പോകുന്ന ഒരു കേസ് കാണത്തുള്ളൂ. നിസ്സാരമായ കാര്യം. ഇപ്പം നമ്മൾ നിസ്സാരമായ ഒരു ടൂറിന് വേണ്ടി മാത്രം നമ്മളാ സ്കൂൾ കട്ട് ചെയ്ത് ഒന്നാമത്തെ തെറ്റതാണ്. അത് നമ്മൾ രക്ഷാകർത്താ, അതായത് മാതാപിതാക്കൾക്ക് അത് ചിലപ്പം ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം ഇത്രയും ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ മോനിക്ക് എത്ര രൂപയായിരുന്നു? 3000 രൂപ. ഈ 3000 രൂപയൊന്നും ഒരു മാതാപിതാക്കൾക്കും പെട്ടെന്ന് എടുക്കാക്കത്തില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടിയുള്ളത്? മോൻ തന്നെ അത് സേവ് ചെയ്യണമെന്ന് പറയുന്നത് ചെറിയ പോക്കറ്റ് മണിയൊക്കെ നമുക്ക് കിട്ടത്തില്ലേ? അത് നമ്മളെന്താ ചെയ്യണം? ഒരു ചെറിയ വഞ്ചി മേടിച്ച് വെച്ച് അതിനകത്ത് നമുക്ക് അത് ചെറിയ രീതിയിൽ ഒരു വർഷത്തിൽ ഒരു തവണ സ്കൂളിൽ ടൂറിന് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്യണം? ആ കിട്ടുമ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ സൂക്ഷിക്കുന്ന ഈ പറയുന്ന എമൗണ്ടിനെ കൂടുതൽ നമുക്ക് കിട്ടുമോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞ കണക്ക് നീ അത് ചെയ്ത് നോക്ക്. നിനക്ക് അന്നേരം മാതാപിതാക്കളെ അത് ബുദ്ധിമുട്ടിക്കേണ്ടിയുള്ള ഒരാവശ്യവും വരും. ഈ വിടാൻ ആഗ്രഹം കാണും, പക്ഷെ എന്തായാലും അവരുടെ കയ്യിൽ അതിനുള്ള സാമ്പത്തികം കാണത്തില്ല. അവരുടെ വീട്ടു ചിലവെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചിലവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിലൊത്തിരി ദൂഷ്യവശങ്ങളും ഇരിക്കുമ്പോൾ ചില നല്ല ആൾക്കാരും കാണും. അതിലെന്താ വേറെ അറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്ന പിള്ളേരാണ് ഏറ്റവും കൂടുതൽ അവരെന്തെന്ന് അവര് അടിമയാക്കുന്നത്. അതേ കണക്ക് തന്നെ അവര് കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. സാധാരണ മക്കളാണ് ഏറ്റവും കൂടുതൽ ഇതിനോട്ട് ചെന്ന് വീഴുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ മക്കൾ ഒന്നും അറിയത്തില്ല. നിസ്സാരമായ ഇപ്പം നിൻ്റെ ഒരു 3000 രൂപയുടെ ഒരു ടൂറിൻ്റെ കേസാണ്. വിഷമിക്കണ്ട മോനിക്ക്. ഞാൻ ഈ പറഞ്ഞ കണക്ക് അടുത്ത വർഷം ടൂറിന് പോവുക, വീട്ടിൽ സന്തോഷപരമായിട്ട് തിരിച്ചു പോകുക. ഇപ്പം ഇത്രയും മോന് ഈ സമയം ഇത്രയും ഞാൻ പോയ ടൈം മൊത്തം ഞാൻ മോനെ നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. കാരണം ആ സമയത്ത് എനിക്കൊരു വിഷമം എന്തോന്നറിയാമോ? നീ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് നിന്നെപ്പോലൊരു മോനുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ചെയ്യേണ്ടുള്ള ഈ പറഞ്ഞ കണക്ക് ഒരു വർഷത്തേക്ക് നമ്മൾ ചെറിയ മോൻ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് മാതാപിതാക്കളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ സമയത്ത് ടൂറോ കാര്യങ്ങൾക്ക് നമുക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് ഇനി ക്ലാസ് കട്ട് ചെയ്യരുത്, മനസ്സിലായോ? അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നെ കൊണ്ടാക്കാം.